പുരുഷന്മാരുടെ കുത്തകയായിരുന്ന തൊഴിലിടങ്ങൾ AI കാലഘട്ടത്തിൽ വനിതകൾക്കും പ്രാപ്യമാകുമെന്ന് UN ഷീ ലീഡ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ പൂർണിമ നാരായണൻ. കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഏറെ ഗുണം ചെയ്യുന്നുവെന്നും പൂർണിമ കൊച്ചിയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള UN വിമൻ ഒരുക്കുന്ന ഷീ ലീഡ്സ് ഉച്ചകോടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 30 വനിതകളാണ് പങ്കെടുക്കുന്നത്. ഡൽഹിയിൽ വെച്ചാണ് ഉച്ചകോടി നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും ഗവേഷകയുമായ ഡോക്ടർ പൂർണിമ നാരായണനാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി. അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തുമ്പോൾ അവരുടെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും സ്ത്രീ അവസ്ഥയുടെ പ്രതിഫലനമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. ഒരു ഭരണ സംവിധാനത്തിൻ്റെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു പരിരക്ഷ, ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. സ്ത്രീ ഒരു പവർ പൊസിഷനിലേക്ക് വന്നാൽ ഒരു സമൂഹത്തിലേക്ക് നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇടപെടാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ സ്ത്രീ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. സ്ത്രീ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും ഭരണകൂടത്തിന്റെ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കാര്യക്ഷമത കൈവരുന്നതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ അത്തരം പദ്ധതികൾ കേരളത്തിനകത്തും പുറത്തും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. AI കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ തൊഴിലതിരുകൾ ഇല്ലാതാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പദ്ധതികളൊക്കെ നന്നായിട്ട് പോകുന്നുവെങ്കിൽ അത് എന്താ പറയേണ്ടത്, അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അനിവാര്യതയാണ്, കാലത്തിൻ്റെ അനിവാര്യതയാണ്. കേരളത്തിലും ഇനിയും മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ആണിൻ്റെ തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് കയറി ചെല്ലേണ്ട ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് AI ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറേ കൂടെ അരയും തലയും മുറുക്കി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. 2 ദിവസങ്ങളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. കേരളത്തിന്റെ സ്ത്രീ ശക്തി പ്രതിഫലിപ്പിക്കുമെന്ന് ഡോക്ടർ പൂർണിമ നാരായണൻ പറഞ്ഞു. ജനം, കൊച്ചി.